പിന്നെ സംഘടന ഉണ്ടാക്കുന്ന വിദേശത്താണ്, സംഘടനയിൽ ചേരുന്ന വിദേശത്താണ്, സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിദേശത്താണ്. ഇത് മൂന്നും എന്റെ വാചകന്റെ പുസ്തകം അവിടെ ഉണ്ട്. സംഘടന എന്താണ്? ഞാൻ സംഘടന വിദേശത്ത് നല്ലല്ലോ എഴുതിയത്, ഹെഡിങ് തന്നെ കാണുന്നില്ല. സംഘടന തിന്മയാണ്. അത് വിദേശത്താകുന്നതിന് ചില ഷർത്തുകളുണ്ട്, അത് അതിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചോളൂ. ആരെ സംബന്ധിച്ചാണ് അത് വിദേശത്താകുക? ഇത് തെറ്റാണ് എന്ന കാര്യം തെളിവിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലുള്ള ചർച്ചയ്ക്ക് തയ്യാറുള്ള കുറച്ച് പണ്ഡിതന്മാരെ വിളിച്ചുകൊണ്ട് കൊണ്ടോട്ടിയിൽ വെച്ചിട്ട് ഞങ്ങളൊരു ചർച്ച നടത്തുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, നമ്മളൊക്കെ സംഘടനയിൽ നിൽക്കുന്നത് അത് ഒരു സംവിധാനം മാത്രമാണ്, ദുനിയാവിന്റെ കാര്യമാണ് എന്ന നിലക്കാണ്, അല്ലാണ്ട് ദീനാന്നുള്ള നിലക്കല്ല. അപ്പൊ കേന്ദ്രമിന് ദീർഘകാലം അതിനെ എക്സിക്യൂട്ടീവിലും അതുപോലെ തന്നെ കൗൺസിലിലും ഒക്കെ ഉള്ള ഒരു സാധാരണക്കാരനായ ഒരു നല്ല ആള്, എന്റെ സുഹൃത്താണ്, ഞാൻ അയാളെപ്പോഴും സ്നേഹിക്കുന്നു. അയാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അത് മൂപ്പർക്ക് ബാധകമാണ് കേട്ടോ, എനിക്കത് ബാധകമല്ല. സംഘടന എന്നുള്ളത് ശരിക്കും ദീനാണ്, ഇബാദത്താണ്. അതിന് ഞാൻ പ്രവർത്തിക്കുന്നത്, ആ ഇബാദത്ത് ചെയ്ത് അന്ത്യൗര്യാക്കന്മാരുടെ കൂടെ നാളെ സ്വർഗത്ത് പോകാമെന്നുകൊണ്ടാണ് ഈ പണിക്കാൻ നടക്കുന്നത് എന്നാണ് കാര്യമാണ് വെച്ചാൽ. ഇങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഏതാണ്ട് മഹാഭൂരിഭാഗം ആളുകളും. ഇല്ലെങ്കിൽ ആരെങ്കിലും സംഘടനാ പണിക്ക് കിട്ടുമോ? ഇത് ജായിസാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മാതിരി ജായിസാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ തെറിച്ചു നിൽക്കണ, ഇവിടെ ഇങ്ങനെ മാന്തിയപ്പണ്ട് ഇങ്ങനെ ഒരു ഇതിങ്ങനെ വരുന്നു, ഒരു പോളങ്ങനെ പൊന്തിന്, അതിങ്ങനെ പറിച്ചിടുക, അല്ലെങ്കിൽ അതവിടെ ഇങ്ങോട്ടേക്കാം. രണ്ടും ജായിസാ. ആ മാതിരി ഒരു പണിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തെല്ലാം തല്ല്, എന്തെല്ലാം ഏർപ്പാടുകൾ വേണം. ഇവർക്ക് സംഘടന പലപ്പോഴും പറഞ്ഞ ഒരാളൊരു കാര്യത്തിൽ അതിന് വലിയൊരാൾ പറഞ്ഞില്ല, അങ്ങനത്തെ മയക്ക പെർമിറ്റ് ഇട്ടാൻ വേണ്ടിയ സംഘടന. അപ്പൊ ഞാൻ കരുവാരണ്ടുണ്ടായിരുന്നു ഷാജിറച്ച് മയക്ക് പെർമിറ്റ് എടുത്തോ, ഞാൻ അവിടെ നിന്ന് പ്രസവിച്ചോളായിരുന്നു. ഒരു സംഘടന ഇല്ലാത്ത ഷാജിർ മാത്രം ഒരു മയക്ക് പെർമിറ്റ് എടുത്തിട്ട് ഞാൻ അവിടെ പോയി പ്രസവിച്ചു. സംഘടന ഇല്ലാതെ മയക്ക് പെർമിറ്റ് കിട്ടുകയും. ഇപ്പൊ പിന്നെ സംഘടന എന്ന് പറഞ്ഞാല് ഇവര് പറയുന്നതല്ല, സംഘടന എന്ന് പറഞ്ഞാൽ ദാവത്ത് നടത്താനാണ്. എന്ത് ദാവത്ത്? ഏറ്റവും വലിയ ദാവത്ത് ഇന്ന ശൈത്താനലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വ, പിശാച് നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി കാണണം, സൂക്ഷിക്കണം, അവനിൽ നിന്ന് കാവൽസുങ്ങൾ അള്ളാഹുവോട് ചോദിക്കണം. ഇത് നിരന്തരം ഇങ്ങനെ പറഞ്ഞു വരുന്ന ഈ കാര്യം ജനങ്ങളോട് പറഞ്ഞതിന്റെ പേരിൽ ജിന്ന് സിഹ്ർ സംബന്ധമായ വിഷയങ്ങൾ പ്രബോധനപരമായ വിഷയമാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സർക്കുലറുണ്ട്. അത് സ്വീകരിക്കാത്തതുകൊണ്ടാണ് 2 മാസത്തേക്ക് മാറ്റിയെടുത്താൻ തീരുമാനിച്ചത്. നേരെ മറിച്ചിട്ട് പള്ളിക്കല് മറ്റേ ടീമിൽപ്പെട്ട ആൾ മിമ്പർമ കയറിയപ്പോ തുണി കഴിച്ച് പാഞ്ഞ ആൾക്കാർക്ക് ഒരു നടപടിയില്ല. ആലോചിങ്ങൾ മഹല്ലിന് തല്ലുണ്ടാക്കിയാൽ ആ തല്ലുണ്ടാക്കാൻ നേരത്തെ മുൻകൂട്ടി സർക്കുലറും തീരുമാനമൊന്നും വേണ്ട, തല്ലുണ്ടാക്കിയിട്ടല്ല അറിയിച്ചാൽ മതി. അവർക്കെതിരെ ഒരു പ്രശ്നമല്ല. അള്ളാന്റെ ദീന് എന്തെങ്കിലും മനസ്സിലായത് ആരെങ്കിലും പറഞ്ഞെടുത്താലോ ഓർക്ക് പറ്റൂലെങ്കിൽ അപ്പൊ സർക്കുലർ. ഇതൊക്കെയാണ് സംഘടന. ഇതിനെന്താ പറയണ്ടത്? സംഘടന തിന്മയാണ്. പറയാവുന്ന ഏറ്റവും ലളിതമായ ഏറ്റവും മോഡറേറ്റ് ആയിട്ടുള്ള പദം. പിന്നെ വിദേശത്താകുന്ന കാര്യം ഞാനിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ഇപ്പോൾ സംഘടന ഒരു മതകാര്യമെന്ന പരിഗണനയിൽ അങ്ങനെ വരികയാണെങ്കിലും എന്നിട്ട് ബുദ്ധി കൊണ്ട് ഹത്താ യഖൂലു ഫീ ദാലിക വയുഹസ്സിനു വയുഖബ്ബിഹു, ആ വിഷയത്തിൽ അവരവരുടെ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് അത് ഹസനാണ് അല്ലെങ്കിൽ ഖബീഹാണ്, ആത്യന്തികമായി നന്മത്തിന്മകൾ അവരവരുടെ ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചുകൊണ്ട് ന്യായീകരിക്കുന്ന സമയം വരുമ്പോൾ അപ്പം വിദ്യാർത്ഥി അതിലേക്ക് മാറും. അത്ര നമ്മൾ ആ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് മൊത്തം സംഘടന ഉണ്ടാക്കുന്ന മുഴുവൻ വിദ്യാർത്ഥി അതിനൊക്കെ വകതിരിവുണ്ട്.